നമസ്കാരം. 2026 വിഷുഫലത്തിൽ ഇന്ന് കർക്കിടം രാശിയാണ്. കർക്കിടക്കൂറിൽ വരുന്ന പുണർദം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലമാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ വിഷുക്കാലം മുതൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ കർക്കിടക്കൂറിൽ വരുന്ന പുണർദത്തിന്റെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് സുഖകരമായ ഒരു സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും പലർക്കും ഈ ഒരു വിഷുക്കാലം മുതൽ അനുഭവത്തിൽ വരിക. തീർത്ഥാടന യാത്ര ചെയ്യാനുള്ള ഭാഗ്യം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യാനുസരണം ട്രാൻസ്ഫർ കിട്ടാനും അതുപോലെ തന്നെ ജോലിയിൽ കയറ്റം കിട്ടാനും സാമ്പത്തിക വർധനവിനും ഭാഗ്യം കാണുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കച്ചവട രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പ്രതീക്ഷിക്കാത്ത വിറ്റുവരവ് ആദായങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സമയം അനുകൂലമാണ്. ഈ ഒരു വിഷുക്കാലം മുതൽ അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ പറ്റിയ സമയം കൂടിയാണ്. പ്രത്യേകം ഓർക്കുക. രോഗാതി ദുരിതങ്ങൾ ചെറിയ രീതിയിൽ അലട്ടുമെങ്കിലും അത് കാര്യമായിട്ട് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേണ്ട പരിഹാരങ്ങളും ആത്മീയ കാര്യങ്ങളും ചെയ്യുക. അതാത് മതസ്ഥർ അവരുടെ പ്രാർത്ഥനകളിൽ മുഴുകി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണത ലഭിക്കുന്നതായിരിക്കും. എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഈ പറയുന്ന പുണർദം നക്ഷത്രക്കാർക്കും അതുപോലെ പൂയം നക്ഷത്രക്കാർക്കും ആയില്യം നക്ഷത്രക്കാർക്കും ഇതിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. പുണർദം കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ വർധനവുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇവർക്ക് ഈ ബിസിനസ് രംഗങ്ങളിലൊക്കെ ഒരു കുതിച്ചു കയറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു വിഷുക്കാലം മുതൽ അങ്ങോട്ട്. അതുപോലെ തന്നെ പൂയ നക്ഷത്രക്കാർക്ക് വസ്തു വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലത്തിൽ വരുന്നതും അതൊരു ആദായമായി വരുന്നതുമായിരിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും വിഷുക്കാലം സമ്മാനിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു കെട്ടുറപ്പുണ്ടായിരിക്കും. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അവർക്ക് വിഷുക്കാലം മുതൽ അങ്ങോട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചെറിയ കച്ചവടക്കാർക്കാണെങ്കിലും അത് വിറ്റുവരവ് ആദായം ലഭിക്കാനൊക്കെ വലിയ ഒരു ഭാഗ്യം കാണുന്ന സമയം കൂടിയാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ടതിൽ നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണും വരെ